ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ റമദാൻ മാസം നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 10 കിലോന് കുറക്കാൻ വേണ്ടി പറ്റും. അതായത് വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റിയ നല്ലൊരു മാസം കൂടിയാണ് റമദാൻ മാസം. അപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർ കൂടാട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ജസ്റ്റ് പറയുന്നുള്ളൂ. ഞാൻ ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുക ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷുഗറാണ്. കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഈ ഷുഗർ നമ്മൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്താൽ തന്നെ വെയിറ്റ് ലോസ് ഒരുപാട് ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡയറ്റ് മുഴുവനാക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ വിൽ ഡൂ മൈ ലെവൽ ബെസ്റ്റ്. കാരണം എനിക്ക് എങ്ങനെയായാലും വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കണം ഇൻഷാ അള്ളാ. ബ്രസ്റ്റ് ഫീഡിങ് മോനക്ക് 1 ഇയർ ആയിട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ധൈര്യമായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻ വാട്ടർ, ഒരുപാട് വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ സ്റ്റീംഡ് ഫുഡ്സൊക്കെ കഴിക്കാം. പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാം. അതും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ കഴിക്കാം. പിന്നെ ചിക്കൻ കറി കഴിക്കാൻ പറ്റും. അതുപോലെ ഫ്രൂട്ട് ജ്യൂസസ് വിത്തൗട്ട് ഷുഗർ ഷുഗർ ആഡ് ചെയ്യാതെ കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിനിടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പാല്, തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ലോ ഫാറ്റ് മിൽക്ക് ആയിരിക്കണം കേട്ടോ. ഒരുപാട് ഫുൾ ഫാറ്റ് മിൽക്കൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഓട്സ് അല്ലേ. ഓട്സ്, അപ്പോൾ അത് സോക്ക്ഡ് ഓട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഓട്സ് പോറിടിച്ച് കഴിക്കാം. അതൊക്കെ നമുക്ക് സുഹൂറും ടൈമിൽ, അതായത് നമ്മുടെ അത്താഴ സമയത്ത് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസാണ് ഈ ഓട്സിൻ്റെ ഐറ്റംസ്. അതുപോലെ നമുക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ഇടവിട്ട് കഴിക്കാം. അതുപോലെ ആ സമയത്ത് ഫുള്ള് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഹാഫ് ആൻ അവർ നടക്കാനൊക്കെ പറയുന്നുണ്ട്. ഐ മീൻ ഞാനിതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഷാ അള്ളാ. മെയിനായിട്ട് നമ്മൾ ആ എണ്ണ പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമ്മുടെ മൈൻഡിനോട് പറയണം നമുക്കത്, അതായത് നമ്മൾ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ മനസ്സിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഇത് ചെയ്യണം എന്നൊരു മൈൻഡ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കേട്ടോ നമ്മുടെ ഫുഡ് വരുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. പക്ഷേ ഇൻഷാ അള്ളാ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ എടുക്കുന്ന ഡയറ്റ് കേട്ടോ. ഓക്കെ.